സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനൊരു പ്ലാൻ ഇല്ലായിരുന്നു, ഒരു പ്ലാനും ഇല്ലായിരുന്നു. കാരണം എനിക്ക് അറിയില്ല, ഞാൻ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് ആഗ്രഹവും ഫുൾ ടൈം ഉണ്ട്. നമ്മൾ ഓഡീഷൻസിന് പോകണു, അവിടെ പോകണു, ഇവിടെ പോകണു, അന്ന ആൾക്കാരെ പോയി കാണുന്നു, മീറ്റ് ചെയ്ത് സംസാരിക്കുന്നു, ഇങ്ങനെ ചാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, ചാൻസ് ഇങ്ങനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് തോന്നിയത് ഇത് മൊത്തത്തിൽ അതായത് ഒരു റിസ്ക് എടുക്കാം, ലൈഫിൽ സിനിമ നടനാവണം എന്നൊരാഗ്രഹം മാത്രം ഉള്ളിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് റിസൈൻ ചെയ്ത് ടക്കുന്ന് എടുത്ത ഡിസിഷനാണ്. അപ്പടി പറഞ്ഞാൽ പെട്ടെന്നാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തു, എല്ലാ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ കുഞ്ഞു പരിപാടികൾ വരെ ഞാൻ യൂസ് ചെയ്തു. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് എനിക്ക് മെയിൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ ആസ് ആൻ ആക്ടർ. അപ്പോൾ ആദ്യം ടിക്ടോക്ക് ചെയ്തുകൊണ്ട സമയത്ത് കുറേ പേര് ടിക്ടോക്കിൽ ഞാൻ അന്ന് കണ്ടന്റ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തും നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ അവിടെയും നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എന്തിനാ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ പടം ചെയ്തു. അപ്പോഴാണ് ആ ഒരു സംഭവം മാറി ഇപ്പം ഓക്കെ ആയി. പിന്നെ റിസ്ക് എന്ന് പറഞ്ഞിട്ട് കാശില്ലാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു മൊമെൻറ്റിൽ റിസ്ക് എടുത്തുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ചോദിച്ച മാതിരി ഞാൻ ഒരുപാട് എന്താ പറയുക പ്ലാൻ ഇല്ലാതെ മുമ്പോട്ട് പോയിട്ടുണ്ട്. നടനാവണം എന്നുള്ളൊരു പ്ലാൻ മാത്രമേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ.